ആ ബെയ്ത്ത് പഠിച്ചില്ലായിരുന്നോ? ഏത്? ഇഹ്ദിനാ യാ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ റഹ്മതൻ വഹബ് ലനാ റബ്ബനാ സിദ് ഇൽമനാ നൂറനാ അത്മിം ലനാ കുല്ല ഖൈരിൻ നാതിനാ കുല്ല ശർറിൻ വാഖിനാ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അടുത്തത് നോക്കിക്കോ. വായിച്ചോ. എന്താണ്? ആ വായിച്ചോ. എങ്ങനെ എന്ന് പറഞ്ഞു? ആ ബൈത്തിന് വേണ്ടി നീട്ടി പറയുമല്ലോ. അടുത്ത നോക്കിക്കോ. സഹിലൻ. എന്താണ്? സഹിലൻ. ഉമൂറന. സഹിലൻ ഉമൂറന. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീ എളുപ്പമാക്കി തന്നെ. നമ്മൾ പ്രയാസകരമായ കാര്യങ്ങളില്ല, അതൊക്കെ എളുപ്പമാക്കി തരണേന്നാണ് യസ്സിറൻ അസീറന. അടുത്തതോ സഹിലൻ ഉമൂറന, ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പ വേഗത്തിലാക്കുക, സഹിലാക്കി തരണേ. സഹിലൻ. അപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഈ ബൈത്തിൽ ഇല്ല. അപ്പൊ ചേർന്ന് പറഞ്ഞു നോക്കെ. എന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യമായിട്ട് ഒന്ന് ഓടി നോക്കെ. ഇഹ്ദിനാ യാ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ റഹ്മതൻ വഹബ് ലനാ റബ്ബനാ സിദ് ഇൽമനാ നൂറനാ അത്മിം ലനാ കുല്ല ഖൈരിൻ ആതിനാ കുല്ല ശർറിൻ വാഖിനാ യസ്സിറൻ ആസിറനാ സഹിലൻ ഉമൂറനാ. അവിടെ വരെ നമ്മൾ കൊണ്ടെത്തിച്ചു അല്ലേ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താണ് നോക്കിക്കോ. എന്ത് വായിക്കുന്നത്? നമ്മള് ഹാസിലാക്കാന്ന് പറയത്തില്ല. ഹസിലൻ മുറാദന. എന്താണ്? ഹസിലൻ മുറാദന. ഹസിലൻ മുറാദന. ഹസിലൻ. അടുത്തത് എന്ത് പറയും? ബല്ലിഗൻ ആമാലന. എന്താണ്? ആന്ന് കിട്ടണ്ട, നീട്ട് ഒരു വലിയ അക്ഷരം കൊടുത്തു. ആമാലന. എന്താണ്? ബല്ലിഗൻ ആമാലന. ബല്ലിഗൻ ആമാലന. ഹസിലൻ മുറാദന. ബല്ലിഗൻ ആമാലന. ഇവിടെ ഒരു അലിഫ് കാണും. അലിഫിനെ ഉച്ചരിക്കണ്ട, എഴുത്തിൽ വേണം, ഉച്ചാരണത്തിൽ വേണ്ട. വഖ്ലിയൻ. ഹാജാത്തിന. വഖ്ലിയൻ ഹാജാത്തിന. എന്താണ്? അസ്ലിഹൻ. അസ്ലിഹൻ ആമാലന. ആമാലന. എന്താ പറഞ്ഞത്? അസ്ലിഹൻ ആമാലന. അപ്പം നമുക്ക് ആദ്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഇഹ്ദിനാ യാ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ റഹ്മതൻ വഹബ് ലനാ റബ്ബനാ സിദ് ഇൽമനാ നൂറനാ അത്മിം ലനാ കുല്ല ഖൈരിൻ ആതിനാ കുല്ല ശർറിൻ വാഖിനാ
യസ്സിറൻ ആസിറന സഹിലൻ ഉമൂറന ഹസ്സിലൻ മുറാദന ബല്ലിഗന്ന മാലന വഖ്ലിയൻ ഹാജാതിന അസ്ലിഹൻ അഹ്വാലന. ഇനി ഒരു വരിയും ഉണ്ട്. ഇങ്ങനെ വായിക്കും. നഹ്നു നഹ്നു നദ്ഉ റബ്ബന. നഹ്നു നദ്ഉ റബ്ബന. എന്താണ്? നഹ്നു നദ്ഉ റബ്ബന. ഇവിടെ ഒരു അലിഫ് ഉണ്ടാവും. ഈ അലിഫിന് എന്ത് വേണ്ട? എഴുത്തിൽ വേണം, ഉച്ചാരണത്തിൽ വേണ്ട. ഫസ്തജിബ്. എന്താണ്? ഫസ്തജിബ്. ഇവിടെ ഐനാണ്, ഇവിടെ ഹംസാണ്. ഫസ്തജിബ് അല്ല. നമ്മളിപ്പോ ആ ബെയ്ത്ത് പൂർണ്ണമായിട്ട് പഠിച്ചു. നേരത്തെ നമ്മൾ 4 വരി പഠിച്ചു, ഇപ്പൊ ബാക്കി പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ നോക്ക്. യസ്സിറൻ ആസിറന സഹിലൻ ഉമൂറന ഹസ്സിലൻ മുറാദന ബല്ലിഗന്ന മാലന വഖ്ലിയൻ ഹാജാതിന അസ്ലിഹൻ അമാലന നഹ്നു നദ്ഉ റബ്ബന ഫസ്തജിബ് ദുആഅന. നമ്മൾ ഏത് കാര്യത്തിലും ദുആ ചെയ്തെങ്കിലേ വിജയിക്കത്തുള്ളൂ. ഏത് കാര്യത്തിലും എന്താണ്? അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോഴേ ആദ്യത്തെ ആയത്ത് ഏതാ? പരിശുദ്ധ ഖുർആൻ അല്ല, ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഏതാണ്? തുടങ്ങുമല്ലയോ? എന്നാൽ അതിനു മുമ്പ് നമ്മൾ അഊദ് ഓതും. ഓതത്തില്ല? ഏതെങ്കിലും സാഹിബിന്റെ മുമ്പ് അഊദ് എഴുതി വെച്ചപ്പോണ്ടോ? ഇല്ല. നമ്മൾ ഓതാതിരിക്കുവോ? ഓതാതിരിക്കത്തില്ല. അവിടെ എന്താണ് നമ്മളൊരു ദുആ ചെയ്യുന്നത്? വലിയൊരു ദുആ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദ് നല്ലോണം പഠിക്കണം. അഊദ് നല്ലോണം പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അഊദ് ഓതുന്നതിനാ? ശൈത്താനെ ഓടിക്കാനാ. പക്ഷെ നമ്മളെ അഊദ് കേൾക്കുമ്പോൾ ശൈത്താൻ എന്നെ വിളിച്ചോന്ന് ചോദിച്ച് ഓടി വരും. കാരണം എന്തുകൊണ്ടാ? ശരിക്കല്ല ഉച്ചരിക്കുന്നത്. ഉച്ചരിക്കേണ്ട പോലെ ഉച്ചരിച്ചില്ലെങ്കിൽ മനസ്സിലായോ? അപ്പൊ അത് കറക്റ്റ് നമ്മൾ പഠിക്കണം. അഊദു ബില്ലാഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യം നമ്മൾ ചിന്തിക്കാനുണ്ട്. എന്തുകൊണ്ട്? അഊദു ബില്ലാഹ് എന്ന ഏത് ശത്രുവിനെയും ഏത് അക്രമിയെയും നമുക്ക് നേരിടാൻ വഴികളുണ്ട്. എങ്ങനെ കഴിയുന്നുണ്ട്? നമുക്കും സ്വന്തം തടയാം, അല്ലെങ്കിൽ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോടതി വഴിയായിട്ട് സംരക്ഷണമൊക്കെ കിട്ടും. പക്ഷെ ശൈത്താനെ തടയാൻ ഏത് വഴിയുണ്ട്? നമ്മുടെ നമ്മളെ കൊണ്ട് നീ മാറിയില്ലടാ എന്ന് പറയാനുള്ള പവർ ഉണ്ടോ നമുക്ക്? ഇല്ല. പിന്നെ അവിടെ ആരെ കൊണ്ടേ പറ്റത്തുള്ളൂ? അള്ളാഹുവിനെ കൊണ്ട്. അതാണ് അഊദു ബില്ലാഹി. അഊദു ബില്ലാഹി. ദാലിനെയൊക്കെ കറക്റ്റ് ആക്കണം. അഊദ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹംസാണ്, രണ്ടാമത്തെ ഐനാണ് ഇല്ല. ബില്ലാഹി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നാവിന്തല മുമ്പല്ലിൽ തട്ടി പറയല്ലേ അല്ലാ അല്ലാ. നാദൻ ജല്ല ജലാലുടെ നാമം അല്ലാ അല്ലാ. അള്ളാഹുവിലുള്ളത് ഹംസും ലാമും ലാമും ഹാവും മാത്രം. ലാമു പറഞ്ഞു പഠിച്ചിടണം. നാവിന്തല മുമ്പല്ലിൽ തട്ടുന്നില്ല. ഇതൊക്കെ പഠിക്കണം. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നീ നമുക്ക് എന്ത് ചെയ്യണം? എത്രയോ പഠിക്കാത്തവരുണ്ട് നമ്മുടെ മുന്നിൽ. ഫാത്തിഹ അറിയാത്തവരുണ്ട്, അക്ഷരങ്ങൾ അറിയാത്തവരുണ്ട്. പക്ഷെ അതെല്ലാം മരണം വരെ മൂടിക്കൊണ്ട് നടക്കുകയാണ്. എൻ്റെ തെറ്റ് വേറെ ആൾ അറിയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മുടെ പഠന രീതി എങ്ങനെയാ? ഒരാളെ കൊണ്ട് സദസ്സിൽ വെച്ച് എന്ത് ചെയ്യുന്നില്ല? ഖുർആൻ എടുത്ത് ഓദിക്കുന്നില്ല. നിങ്ങൾക്ക് സ്വയം പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരുക. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അല്ലാഹു തആല നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.